എഡ്യൂന അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് 25/11/2024 പുതിയ വിജ്ഞാനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിജ്ഞാനം കാറ്റഗറി നമ്പർ 12/2024. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 10/1/2025 ആണ്. താഴെ പറയുന്ന സഹകരണ സംഘം അഥവാ ബാങ്കുകൾ ഒഴിവുള്ള തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. നിയമന രീതി: നേരിട്ടുള്ള നിയമനം. പരീക്ഷാ ബോർഡ് നടത്തുന്ന ഓൺലൈൻ പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരം ആയിരിക്കും. നിയമന അധികാരി ബന്ധപ്പെട്ട സഹകരണ സംഘം അഥവാ ബാങ്കുകൾ. അപേക്ഷ സമർപ്പിക്കൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ മുഖേനയാണ് സമർപ്പിക്കേണ്ടത്. ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷവും പ്രൊഫൈൽ വഴിയിലൂടെ ഓൺലൈനായി പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കാറ്റഗറി നമ്പർ 2012-2024. അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റ്, ഇന്റേണൽ ഓഡിറ്റർ. വിദ്യാഭ്യാസ യോഗ്യത സഹകരണ നിയമത്തിന് വിധേയം. എല്ലാ വിഷയങ്ങൾക്കും ചേർത്ത് 50% മാർക്ക് കുറയാതെ ലഭിച്ച ഒരു അംഗീകൃത സർവകലാശാല ബിരുദം. സഹകരണ ഹയർ ഡിപ്ലോമയും കേരള സംസ്ഥാന സഹകരണ യൂണിയന്റെ HDC അല്ലെങ്കിൽ HDC ആൻഡ് BM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് HDC അല്ലെങ്കിൽ HDCM അല്ലെങ്കിൽ വിജയകരമായി പൂർത്തിയാക്കിയ സബോർഡിനേറ്റ് സർവീസ് കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ്, ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ കാർഷിക സർവകലാശാലയിൽ നിന്നും BSc അഥവാ MSc സഹകരണം ബാങ്കിങ് അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ചും സഹകരണം ഐച്ഛിക വിഷയമായിട്ടുള്ളതുമായ എല്ലാ വിഷയങ്ങൾക്കും 50% മാർക്കിൽ കുറയാത്ത ബിരുദം. കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ചതും സഹകരണം ഐച്ഛിക വിഷയം ആയിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും 50% മാർക്കിൽ കുറയാത്ത BCom ബിരുദം. സംഘത്തിന്റെ പേര്, ഒഴിവുകളുടെ എണ്ണം, ശമ്പള സ്കെയിലും താഴെ കൊടുത്തിട്ടുണ്ട്. ഓരോ സഹകരണ സംഘത്തിന്റെയും പ്രത്യേകം സാലറി സ്കെയിലായിരിക്കും. അത് നോക്കി അപ്ലൈ ചെയ്യാം. ഇന്റേണൽ ഓഡിറ്റർ ഉണ്ട്, ചീഫ് അക്കൗണ്ടന്റ് ഉണ്ട്, അസിസ്റ്റന്റ് സെക്രട്ടറി ഉണ്ട്, അക്കൗണ്ടന്റ് ഉണ്ട്, അസിസ്റ്റന്റ് സെക്രട്ടറി ഉണ്ട്. പതിനഞ്ച് ബാങ്കിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. ഓരോ ബാങ്ക് ഏതാന്ന് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. പ്രായപരിധി: 1/1/2024 18 വയസ്സ് തികഞ്ഞിരിക്കേണ്ടത് 40 വയസ്സ് തികയാൻ പാടില്ലാത്തതുമാണ്. പട്ടികജാതി പട്ടികവർഗപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷത്തെ ഇളവ് അനുവദിക്കുന്നുണ്ട്. കൂടാതെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട മുതിർന്ന വ്യക്തിക്കോ അവരുടെ
പ്രകാരമുള്ള മുതിർന്ന അംഗം മറ്റു മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടവരുടെ കുട്ടികൾക്കോ ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷത്തെ ഇളവും മറ്റു പിന്നോക്ക വിഭാഗത്തിന് മുതിർന്നവരും പൊതുവിഭാഗത്തിലെ സാമ്പത്തിക പിന്നാക്കം നീക്കുന്നവർക്കും 3 വർഷത്തെ ഇളവും ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെ ഇളവും വിധവകൾക്ക് 5 വർഷത്തെ ഇളവും ലഭിക്കുന്നതാണ്. സാധാരണ പരീക്ഷാ ബോർഡ് നടത്തുന്ന ഓൺലൈൻ പരീക്ഷ 80 മാർക്കിനാണ്. അഭിമുഖം 15 മാർക്കിനായിരിക്കും. അഭിമുഖത്തിൽ ഹാജരായ മിനിമം 3 മാർക്ക് ലഭിക്കുന്നതാണ്. ബാക്കി 12 മാർക്ക് അഭിമുഖത്തിന്റെ പ്രകടനത്തിലാണ്. ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ ഫീസിനൊപ്പം സർക്കാരിന്റെ 13/8/2024 ഉത്തരവ് പ്രകാരം 18% GST കൂടി അടയ്ക്കേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾ ഒന്നിൽ കൂടുതൽ സഹകരണ സംഘം ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പൊതുവിഭാഗക്കാർക്കും വയസ്സുള്ളവ ലഭിക്കുന്ന ഉൾപ്പെടെ സഹകരണ സംഘം ചട്ടപ്രകാരം ഒരു സംഘം ബാങ്കിന് 150 രൂപയും തുടർന്നുള്ള ഓരോ സംഘം അവർ ബാങ്കിന് 50 രൂപ വീതം അധികമായി പരീക്ഷാ ഫീസായി അടയ്ക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ അപേക്ഷ സംഘം ബാങ്കിന് 50 രൂപയും തുടർന്നുള്ള ഓരോ സംഘം ബാങ്കിന് 50 രൂപയും അധികമായി പരീക്ഷാ ഫീസായി അടയ്ക്കണം. ഉദ്യോഗാർത്ഥികൾ സഹകരണ സർവീസ് പരീക്ഷ ബോർഡിന്റെ വെബ്സൈറ്റ് പരിശോധിച്ച് CSEB.kerala.gov.in പരിശോധിച്ച് വിജ്ഞാനം വായിച്ചു നോക്കിയ ശേഷം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക. തപാൽ മുഖേന അയക്കുന്ന അപേക്ഷ സ്വീകരിക്കുന്നതല്ല. ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്ന അവസരത്തിൽ പരീക്ഷാ ഫീസ് ഒറ്റത്തവണ അടച്ചതിന് ശേഷം സാങ്കേതിക തകരാറ് മൂലം അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോകുകയും അപേക്ഷ പൂർണ്ണമാകാതെ വരുന്ന സാഹചര്യത്തിൽ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് ബന്ധപ്പെട്ട നിർദ്ദേശം ലഭിച്ച ശേഷം മാത്രം വീണ്ടും ഫീസ് അടയ്ക്കാൻ പാടുള്ളൂ. ഉദ്യോഗാർത്ഥികൾ ഓൺലൈനിൽ വിജ്ഞാനപ്രകാരമുള്ള അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ മൈ ആപ്ലിക്കേഷനിൽ നിന്നും അപേക്ഷ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. വിദ്യാഭ്യാസ യോഗ്യത അപേക്ഷ സ്വീകരിക്കേണ്ട അവസാന തീയതിക്ക് മുമ്പായി നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ളവ മാത്രം അപേക്ഷിക്കേണ്ടതാണ്. സഹകരണ സ്ഥാപനത്തിലെ നിയമനങ്ങളിൽ ശാരീരിക വൈകല്യമുള്ള വ്യക്തികൾക്ക് 3% പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് സഹകരണ സംഘം രജിസ്ട്രാറുടെ ഉത്തരവ് ഉണ്ട്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 10/1/2025. പത്ത് 1/2025 മുമ്പായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയവർക്ക് ഓൺലൈനായി കൊടുക്കാവുന്നതാണ്. ഫീസും ഓൺലൈനായി അടയ്ക്കാൻ പറ്റുന്നതാണ്. എത്രയും പെട്ടെന്ന് ബാങ്കുകളിലേക്ക് അപേക്ഷ അയക്കുക. Thank you for watching my video. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കൂടുതൽ പേർക്ക് എത്തുന്നതിനേക്ക് ഷെയർ ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. Thank you for watching.